ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ മണി പ്ലാന്റ് കൊണ്ട് ഞാനൊരു കർട്ടൻ ഉണ്ടാക്കി അങ്ങനത് കാണിക്കലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ജെസ്സിസ് ഗാർഡൻ വോയിസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെസ്സി. ഞാൻ മണി പ്ലാന്റ് തൂക്കിയിട്ടേക്കണം. നോക്കി എത്രയാ തൂക്കിയിട്ട് വളർത്തിയേക്കണേന്ന് നോക്ക്. ഇതുപോലെ തൂക്കിയിട്ട് വളർത്തുമ്പോൾ നമുക്കിതൊരു കർട്ടൻ്റെ ഉപയോഗമല്ലേ നടക്കണേ. പിന്നെ ഒരു മറയും നമുക്കിതുകൊണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ സൺഷെയ്ഡിൻ്റെ താഴെ ഒരു കമ്പി കൊടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ നട്ടേക്കണത്. ഇതെല്ലാം എൻജോയ് പോത്തോസാട്ടോ. ഇത് കണ്ടില്ലേ എത്ര നീളത്തിലാണ് വളർന്നേക്കണേന്ന്. നമ്മളിത് വേണമെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് ഒപ്പം കട്ട് ചെയ്ത് വെച്ചാൽ മുടി കട്ട് ചെയ്ത് നിർത്തിയ പോലെ നമുക്ക് തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ. എനിക്കാണെങ്കിൽ ഈ മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാട്ടോ. എല്ലാ ദിവസവും രാവിലെ ഞാനിങ്ങനെ ഈ മണി പ്ലാന്റിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കൈയൊക്കെ കൊണ്ട് നടന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണി പ്ലാന്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും തൂക്കിയിട്ട് വളർത്തിയാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇത് പല മെത്തേഡിലും ഞാൻ ഈ മണി പ്ലാന്റുകൾ നട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതെല്ലാവർക്കും ചെയ്യാവുന്നതുള്ളൂ. ഒരു ചട്ടിയിൽ കുറേ പീസ് തൈക്കൾ, അതായത് ഇത് കട്ട് ചെയ്ത് നടുമ്പോൾ ഇതിൻ്റെ പീസുകൾ കുറേ വെക്കണം ഒരു ചട്ടിയിൽ. അങ്ങനെ നടുമ്പോഴാണ് ഇത് ഇത്രയും തിക്കായിട്ട് ഇങ്ങോട്ട് വളർന്നു വരുള്ളൂ. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതിൽ നിന്ന് പുതിയ ഇളപ്പുകൾ വരും. അങ്ങനെയാണ് ഇത് നമ്മൾ നടണത്. പിന്നെ ഇതിന് ഞാൻ ജൈവവളമാണ് കൊടുക്കാറ്. നടുമ്പ ചാണകപ്പൊടി, എല്ലുപൊടിയും കപ്പലണ്ടി പിണ്ണാക്കും ഇച്ചിരി കുമ്മായും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് അതിലാണ് ഞാൻ ഇത് നടണത്. പിന്നെ ഇതിന് നമുക്ക് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് വളർന്നോളും. പിന്നെ ഇതിന് വെയിലും ഒരുപാട് പാടില്ല. വെയിൽ വന്നാൽ ഇത് കരിഞ്ഞു പോകും. ഈ തവണത്തെ വെയിലിൽ ഒരുപാട് ഇലകൾ ഇങ്ങനെ കരിഞ്ഞ് ഇത് കണ്ടോ, ഇതൊക്കെ കരിഞ്ഞു പോയത് ഈ വെയിൽ കൊണ്ടാണ് അതിൻ്റെ ഇലകൾ. പിന്നെ വെള്ളവും ഒരുപാട് ആവശ്യമില്ല. മണി പ്ലാന്റ് എപ്പോഴും ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് വീട്ടിലും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. ടീപ്പോയിമ വെക്കാം. നമ്മൾ കിച്ചണിൻ്റെ ജനലൊക്കെയൊക്കെ ഇതിങ്ങനെ പടർത്താം. അങ്ങനെയൊക്കെ പല ഉപയോഗങ്ങളുണ്ട്. എൻ്റെ അടുത്ത് ഇതേ ഞാൻ തൂക്കിയിട്ട് വളർത്തുന്ന മണി പ്ലാന്റുകളുണ്ട്. അതുപോലെ ഒരു താങ്ങ് കൊടുത്ത് വളർത്തുന്നതുണ്ട്. ഇത് കണ്ടോ, ഇത് മണി പ്ലാന്റ്. ഇത് ബ്ലാക്ക് മണി പ്ലാന്റ്. ഇതിൻ്റെ ഇലയുടെ പിറകുവശമാണ് കാണാൻ ഭംഗി. ഇതൊക്കെ ഞാൻ ഒരു താങ്ങ് കൊടുത്ത് വളർത്തുന്നതാണ്. പിന്നെ ഇത് നോക്കിയേ, ഇത് ബ്രസീൽ പോത്തോസാണ്. ഇത് ഞാനൊരു കമ്പി ചിക്കി കൊടുത്തിട്ട് അതുമ്മേ ഇങ്ങനെ നട്ടേക്കണതാണ്. പിന്നെ ഇതും ഒരു മണി പ്ലാന്റ്. ഇത് ഫിലോഡെൻഡ്രോൺ ഇനത്തിൽപ്പെട്ടതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഹാർട്ട് ഷേപ്പും പടർന്നു പോണതും ആയതുകൊണ്ട് ഇതിന് ഫിലോഡെൻഡ്രോൺ മണി പ്ലാന്റ് എന്നും പറയും. പിന്നെ ഞാനിവിടെ ഒരു മണി പ്ലാന്റ്, ഇത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാട്ടോ. ഈ മണി പ്ലാന്റ് കണ്ടോ, ഒരു വാഷ് ബേസിനിൽ വെച്ചേക്കണതാണ്. അപ്പോൾ ഇത് വളർന്നേക്കണ നോക്കി, എത്ര തിക്കായിട്ടാണ് വളർന്നേക്കണേന്ന് നോക്കി. കുറേ കഴിയുമ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിറയെ ഇളപ്പ് വന്ന് ഇതുപോലെ തിക്കായിട്ട് വളരും. ഇതുകൊണ്ട് ഒരു ഹൈ ചെയർമേണ് ഞാൻ വെച്ചേക്കണേ. ഇതൊരു വാഷ് ബേസിനാട്ടോ. ഇത് സിൽവർ സാറ്റിൻ പോത്തോസാട്ടോ. ഇതൊക്കെ കട്ട് ചെയ്ത് നടന്ന സമയമായി. ഒത്തിരി മൂത്ത ഇലകളൊക്കെ ഒത്തിരി പ്രായമായിട്ടോ ഇതിനൊക്കെ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കുറേ പ്രായമായി കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്ത് നട്ടാലാണ് ഇത് ഫ്രഷായിട്ട് പുതിയ ഇളപ്പുകൾ വരുന്നത്. പിന്നെ ഞാൻ ഈ മണി പ്ലാന്റ് എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഞാൻ വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്തേക്കണേ. ഈ വെയിൽ കൊണ്ടാണ് ഇതൊക്കെ കുറേ കരിഞ്ഞത്. നമ്മുടെ മെട്രോൻ്റെ തൂണുകളുമൊക്കെ ഈ മണി പ്ലാന്റ് സെറ്റ് ചെയ്തേക്കണേ. ഈ തൂക്കിയിട്ട് വളർത്തിയേക്കണേലും മിക്കതും എൻജോയ് പോത്തോസാട്ടോ. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ മാർബിൾ പോത്തോസ്. എനിക്ക് ഈ എൻജോയ് പോത്തോസാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വളർത്തി കർട്ടനാക്കിയേക്കണത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വെറൈറ്റി മണി പ്ലാന്റുകളുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കാം. ഈ മണി പ്ലാന്റ് കണ്ടോ, ഇത് നല്ല വിലയുള്ളതാണ്. ഒരു വെറൈറ്റിയാണിത്. ഇത് എൻജോയ് പോത്തോസ്. ചെറിയ ഇലകളാണ്, പക്ഷെ ഇത് വലിയ ഇലകളും എന്നാൽ ഒത്തിരി വലിപ്പമില്ല. ഇതിന് നല്ല വിലയുള്ളൊരു മണി പ്ലാന്റ് ആട്ടോ. ഇനി എൻ്റെ കയ്യിലുള്ള ഒരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ മണി പ്ലാന്റ് ഇത് നോക്കി, ഇത് വെറ്റിലയുടെ പോലെ ഇരിക്കണം. വെറ്റിലയുടെ ഷേപ്പ്, നമ്മൾ മുറിക്കുന്ന വെറ്റില. ഇത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ മണത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ വെറ്റിലയുടെ മണമാണ് ഇതിന്. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കൊരു സ്ഥലത്തു നിന്ന് ഒരു നേഴ്സറിയിൽ നിന്ന് എനിക്കൊരു തണ്ട് കിട്ടിയതാണ്. അപ്പം ഞാൻ നട്ടതാണ്. ഇത് വെറ്റില പോലെ തന്നെ ഇരിക്കണം. ഇതിനൊരു ചെറിയ വെള്ള ഡിസൈൻ ഉണ്ട്. കണ്ട,
ഇതിൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ബ്രസീൽ പോത്തോസ് നമുക്കിങ്ങനെ തൂക്കിയിട്ട് വളർത്താം. വേറെയും ചട്ടികളിൽ ഞാൻ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം മണി പ്ലാന്റ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അത് ഇവിടെയൊക്കെ മണി പ്ലാന്റ് ഇങ്ങനെ കമ്പിയുമ്പോൾ തൂക്കിയിട്ടേക്കാം കേട്ടോ. കുറേ വളർന്നു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ തൂക്കിയിട്ട്. ഇതിന് ഒരുപാട് വെയിൽ പാടില്ല, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ജൈവവളം കൊടുക്കുക. ഇതിന് കീടശല്യം കുറവാണ്, ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് ടീപ്പോയിമൊക്കെ ചട്ടിയിൽ നല്ല പോട്ടിൽ നമുക്ക് കട്ട് ചെയ്ത് നട്ടിട്ടുണ്ടെങ്കിൽ നിറയെ ഭംഗിയായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കും ഈ മണി പ്ലാന്റുകൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മണി പ്ലാന്റ് കൊണ്ട് കർട്ടൻ ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നതുള്ളൂ, ഇതിനൊരു ചിലവും ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇതെല്ലാം കട്ട് ചെയ്ത് നിർത്തും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവർ. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.